ഹേ ഗൈസ്, സോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കിഡിലൻ സംഭാരം കഴിച്ചിട്ടാണ്. അപ്പൊ അതൊന്ന് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോ ഇന്ന് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി കിഡിലൻ സ്പോട്ട് ഐലൻഡ് ആണ്. പിഴല എന്ന് പറയും. സെറ്റ് വ്യൂ കാര്യങ്ങളെല്ലാം ഫോട്ടോസിനും വീഡിയോസിനും, പിന്നെ ഒരു വില്ലേജ് വൈബ്, പിന്നെ ഫുഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ഫ്രഷ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ ഞാൻ ചെല്ലട്ടെ, അവിടെ വെച്ച് കാണാം. ഓക്കെ, ഇപ്പൊ നമ്മള് വന്നേക്കുന്നത് നമ്മുടെ സെന്റ് ജോർജ് ചർച്ചിലാണ്. എടപ്പള്ളിയിലെ ഫേമസ് എടപ്പള്ളി പള്ളി, നമ്മുടെയൊക്കെ സ്വന്തം ഗീവർഗീസ് ഉണ്ണിയാളുടെ പള്ളി. ഇത് പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതൊരു പഴയ പോർച്ചുഗീസ് പള്ളിയാണ്. സെന്റ് ജോർജ് ആണ് ഇവിടുത്തെ മെയിൻ സെയിന്റ്. ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ചർച്ച് ഐ വുഡ് സേ ഇൻ ഏഷ്യ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ച്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ അടിപൊളി സ്പോട്ടാണ്. ഞങ്ങളൊക്കെ വൈകുന്നേരം വന്ന് ചില്ല് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതാണ് എടപ്പള്ളി ചർച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വേറൊരു വ്ലോഗ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഒരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അപ്പൊ ആൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ദേ ജോർജ് കൂടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ പരിപാടി എന്താ ജോർജ്? മറന്നുപോയല്ലോ. പരിപാടി നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള കൂട്ടുകാരൻ മിസ്റ്റർ അജീഷിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം പിഴല എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോ വൈബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വൈബ് അന്വേഷിച്ചാണ് നമ്മളൊന്ന് ചെല്ലാൻ പോകുന്നത്. എനിക്ക് ചെറുതായിട്ട് മെട്രോ മിസ് ആയപ്പോ ഞാൻ കാർ ഓടിച്ച് വരേണ്ടി വന്നു. മെട്രോ ബ്രോ പേട്ടയിൽ നിങ്ങൾക്ക് ഇറങ്ങി എറണാകുളമൊക്കെ ചുറ്റി ഇവിടെ എത്തുമ്പോ നിങ്ങക്ക് വലിയ പ്രശ്നം. നിങ്ങളൊക്കെ പിഴലൊക്കെ പോവാണ്, വൈകുന്നേരം ആണല്ലോ. അതാണ് ഞാൻ ബീച്ച് വൈബ്സ് വന്നപ്പോ നിങ്ങളൊക്കെ മറ്റേ അല്ല, സത്യം പറഞ്ഞാലില്ലേ, ഇതാ ആദ്യമായിട്ടാണ്. എപ്പോഴും ഈ കോലം ഒരുക്കുള്ളൂ. ഇന്ന് ഞാൻ മാറ്റി ഞാൻ പിന്നെ മുഷിഞ്ഞതാണ് നമുക്ക് വിട്ടുകൊടുക്കും. ഇപ്പൊ ഓൾറെഡി സമയമായി പോവാല്ലേ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വിടാം. ഓക്കെ അല്ലേ? ജോലി പോയാ? സോ ഗൈസ്, അപ്പോ ഞങ്ങ എടപ്പള്ളി ചർച്ചിൽ നിന്ന് ഇറങ്ങി. ജോയല് കൂടി ഉണ്ട് ഈ വ്ലോഗില്. ഫസ്റ്റ് ടൈം ആണ് ആള് വന്നത്. ജോയലെ, ജോയല്. അപ്പൊ ജോയ് അങ്ങനൊന്നുമല്ല, ഫാമിലി ആയിട്ടൊക്കെ ഒരാളെ സ്ഥലമാണ്. അതെ, എല്ലാം പാരന്റൽ അഡ്വൈസറി. കുട്ടികളായിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഒരു കൂളിംഗ് ക്ലാസ് വെച്ച് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഐ തിങ്ക് ഒരു യൂട്ടേൺ ഉണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞോ ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട്. യൂട്യൂബിനൊപ്പം മിസ്സായി പോയെന്ന് തോന്നുന്നു. നമ്മൾ നേരെ പോണം. ആ യൂട്ടേൺ ക്ലോസ് ചെയ്തത്. എന്നാലും ഈ റോഡൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. അതായത് നമ്മുടെ അറ്റമ്പലം പോവാം. മറ്റേ സീപോർട്ടിൽ നിന്ന് നേരെ നമുക്ക് ഇതിന്റെ അറ്റം എന്ന് പറയുന്നത് നമുക്ക് വൈപ്പിങ്കര വരെ, മറൈൻ ഡ്രൈവ് വരെ എത്തും. ഈ റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തും ആണ്. അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ചീനവലയും ബാക്ക് വാട്ടേഴ്സും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര രസം കാണാനായിട്ട്. ഇതിപ്പോ സരവൺ എന്റെ അണ്ണാക്കിലോട്ടാണ് വീഡിയോ എടുക്കണം, ആ സൈഡിലോട്ട്. ഓക്കെ, അപ്പൊ ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും. മേജർലി ബാക്ക് വാട്ടേഴ്സ് ആണ് കൂടുതലും, പിന്നെ മറ്റേ മാംഗ്രോവ് ഫോറസ്റ്റും. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പോയി നിർത്തണമെങ്കിൽ കുറച്ച് കാണാനുണ്ടാവും ഇവിടെ. അവിടെ ഒരു ജംഗ്ഷൻ വന്നിട്ട്, പക്ഷെ ഇവിടെ നിർത്തിക്കോളൂ. അങ്ങനെ ചേട്ടൻ തുടങ്ങി ജസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾ അവിടെ വന്നിട്ട് നടന്നു വരാൻ വേണ്ടി. ഇവിടെ ഇറങ്ങിക്കോ. ജോലെ, നല്ല ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ? അത്യാവശ്യം എന്താ അവിടെ എന്തൊക്കെ കിട്ടാ അവിടെ? ലോക്കൽ കുസീൻസ് ആയിട്ടുള്ള കപ്പയും ചെമ്മീനൊക്കെ ഓഫ് കോഴ്സ് ഉണ്ടാവും. കപ്പയും പോട്ടിയും. കപ്പയും നമ്മളൊരു സീ ഫുഡ് ഏരിയയിലാണ് വന്നേക്കണം. അപ്പൊ നമുക്ക് ബീഫ് ഇസ് നോട്ട് ബാൻഡ് ഇൻ കേരള, ബട്ട് സ്റ്റിൽ ബീഫ് കിട്ടാൻ കുറച്ച് കുറവായിരിക്കും. ഗൈസ്, അപ്പൊ കിടിലൻ സ്പോട്ട് കണ്ടിട്ട് ഇത് പാസ് ചെയ്ത് പോകാൻ തോന്നിയില്ല. വണ്ടി നിർത്തി അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ജോർജ് ജോയലുണ്ട്. സ്പോട്ടാണ് സംഭവം. ഇതിപ്പോ ഇത്തിരി സണ്ണിയാണ്. കുറച്ചും കൂടി ഒന്ന് വൈകുമ്പോ 5:30 ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ ഇത്തിരി സണ്ണിയാണ്, ബട്ട് സ്റ്റിൽ ദ വ്യൂ ഇസ് ഗ്രേറ്റ്. അപ്പൊ ഈ കാണുന്നതാണ് ഈ പറയണ പിഴല എന്ന് പറയുന്ന സെറ്റപ്പ്. ഇതാണ് ഈ പറയണ പിഴല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബാക്ക് വാട്ടേഴ്സും പിന്നെ ചെറിയ ഐലൻഡ് പോലെയാണ്. ഇവിടെ ഇപ്പൊ ഇത് വലിയൊരു എന്താ പറയാ ഒരു ഹാങ് ഔട്ട് സ്പോട്ടാണ് ഇവിടുത്തെ പിള്ളേരുടെ. നിലവിൽ ഇപ്പൊ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കാണാത്ത. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ലൈറ്റ്സും ഭയങ്കര ഹാപ്പനിങ് ആണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ.
സ്ഥലങ്ങളാണ് എൻജോയ് ചെയ്തിരിക്കണേ. മാജിം വെജിറ്റയുടെ ടീഷർട്ട് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് സാറും? മനസ്സിന് കുളിർമയും സന്തോഷവും മാത്രമല്ല ഒരുപാട് സമാധാനം കോമഡി കിട്ടുന്നുണ്ട്. കുളിര് വരാൻ പറ്റിയ ചൂടല്ലേ ഇപ്പൊ? ഉടക്കത്തെ ചൂടാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്നവർ നല്ല റോഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, കുറെ കൂടി ബെറ്റർ വ്യൂസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഒരു ബ്രിഡ്ജാണ്, ബേസിക്കലി ഒരു ബ്രിഡ്ജാണ്, നല്ല റോഡാണ്. ഈ ബ്രിഡ്ജിലൊക്കെ ആക്ച്വലി പിള്ളേരൊക്കെ ഹാങ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇപ്പൊ 2 പിള്ളേർ ഊഞ്ഞാലാണ് ഉള്ളത്, റെസ്റ്റോറൻ്റ് ആണ്. ഈ ചെത്തൊക്കെ കണ്ടിട്ട് റെസ്റ്റോറൻറ്റിൽ ചില്ല് ചെയ്തിരിക്കാം. കുറച്ചൊരു മ്യൂസിക് കേട്ടാ. ഒരു കാര്യം ചെയ്യും, നീ അവിടെ വണ്ടി വെക്കുക, ഈ പർച്ചേസിന്റെ ബാക്കിൽ വണ്ടി വെക്കണം. ഈ ഗ്രീൻ കഫേലോട്ട് ഇവിടെ കിട്ടും നമുക്ക് ചായ. കഫേയുടെ ആൾ കൂടെ നേരെ പോകാൻ പറ്റുള്ളൂ അങ്ങ് അറ്റം വരെ. ആണോ? പെടലി വരാനുണ്ട്. തട്ടി ആ കിണറ്റിലോട്ട് ഗൈസ്, ഒരു പയ്യൻ ഫോണായിട്ട് നേരെ അപ്പൊ ആളെ തട്ടിടാന്നാണ് ജോർജ് ഉദ്ദേശിച്ചത്. സഹായം ഇവിടെ വളച്ചിടാല്. ഇവിടെ 2 കസേരയിലേക്ക് തന്റെ നാടൻ ലോക്കൽ വൈബ്. നമുക്കതാ വേണ്ട. അല്ല, നടക്കാനേ നമുക്ക് ആ ഒരു കഫേ ഉണ്ടല്ലോ, ഗ്രീൻ കഫേ. ജോർജ് എന്നാലും അവിടെ ചായ പിടിച്ചിട്ട് പോവാം. ഒന്ന് ഓണാവട്ടെ, റെഡി ആവട്ടെ. ഉള്ളോട്ടോ, നല്ല കിടിലൻ സ്പോട്ടാണ്, നല്ല പച്ചപ്പും. അതുപോലെ തന്നെ കുറച്ച് ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്നും ഓപ്പൺ അല്ല, ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ അങ്ങ് വന്നത്. പിന്നെ സൺസെറ്റ് വ്യൂ അത് പിടിക്കണം. പിന്നെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുക, കയാക്കിങ് ഒന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല, എനിക്കൊന്ന് ടൈമായി വന്നോളൂ, ആളുകളൊക്കെ വരാൻ പോകണോളൂ എന്ന് തോന്നുന്നു. ജോർജ്, നമുക്ക് കയാക്കിങ് ഏതെങ്കിലും പിടിക്കണം കേട്ടോ. വൈ നോട്ട്, പിടിക്കാം. പിന്നെ ഫുഡ് സ്പോട്ട് ഒന്നും ഓപ്പൺ ആയിട്ട് കണ്ടിട്ടില്ല, എനിക്കൊന്ന് ടൈം ആവണല്ലേ ഉള്ളൂ. കുറച്ച് സണ്ണിയാണ്, കുറച്ചൊന്ന് സൺ ഡൗൺ ആയിട്ട് കയാക്ക് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് വിടാം. യെസ്. എന്റെ ഒരു ഫാമിലി കൊണ്ടൊരു കയാക്കിംഗ് ഉണ്ട്. എവിടെയാണെന്ന് അറിയാം, വടതലേന്ന് കഴിക്കാൻ നമുക്ക് എന്റെ അവൻ കൂടെ വരും. എന്നിട്ട് മുളക് കാണാൻ നോട്ട് ചെയ്ത് അടുത്ത കട്ടായിട്ട് കയാക്കി. എവിടെ നോക്കിയോ? ഫുട്ടേജ് ഉഗ്രം ഫുട്ടേജ് നിക്കട്ടാ. ഇതൊക്കെ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടോട്ടാ. സോ ഗൈസ്, ഇതാണ് സേവിയേഴ്സ് ഫാം പിഴല. ഇവിടുത്തെ മേജർ ഐറ്റമാണ് ചെമ്മീൻ കട്ട്ലറ്റ്. സരുണ് ഇതാ കഴിക്കുന്നു. എങ്ങനെയുണ്ട് സരുണ്? ചെമ്മീൻ ശരിക്കും നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റി. ശരിയാണ് പുള്ളി പറഞ്ഞ അർത്ഥം. CBC സ്കൂളാണ്, ഇതാണ് ഫാം. ബ്യൂട്ടിഫുൾ പ്ലേസ്. പിഴലയില ചായനെയും കട്ട്ലേറ്റിനെയും പറ്റി 2 വാക്ക്. കട്ട്ലേറ്റിനെ കുറിച്ച് ഞാൻ കട്ട്ലല്ല, കട്ട്ലേറ്റ്. പോയി, സോറി. ചെമ്മീൻ ചാടുന്ന കട്ട്ലൈറ്റ്, അതെ, ചെമ്മീൻ കട്ട്ലൈറ്റ് ആണ്. ചായ, ചായയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു സ്ട്രോങ് ചായ, ഒരു മധുരം കൊടുത്തുള്ള ചായ കൊള്ളാം. ഇത് നമ്മൊരു സിപ്പ് എടുക്കുമ്പോ തന്നെ ഈ സ്ട്രോങ് ചായ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. യെസ്, അത് ഞാൻ പറയാം. ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഒരു സിപ്പ് എടുത്ത് ഇങ്ങനെ കട്ട്ലേറ്റും കടിച്ച് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു, എന്താ പറയാ, നല്ലൊരു രസമുണ്ട്. ജോലിൽ എന്താ പറയാനുള്ളത്? എല്ലാരും മെഴുകിയ സ്ഥിതിക്ക് ഞാനും മെഴുക. ഇതൊരു വലിയൊരു ഇതാണ്. അമ്പാടിയുള്ള കുറച്ച് നേരത്തെ പോയി, അതുകൊണ്ട് ഭയങ്കര സൂര്യൻ ആണ്, കൂളിംഗ് ഗ്ലാസ് വരാത്തത്. അല്ലാണ്ട് ചീപ്പ് ഷോ അല്ല, ദിവസമായിട്ടാലും ചാടയെന്ന് പറയുന്നത്. നല്ല പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 രൂപ എൻട്രി ഫീ ഉണ്ട്. വാതിൽ തുറക്കണേന് 60 രൂപ, വാതിൽ അടക്കണേന് 20 രൂപ, ചായ ഡിക്ലീന് 30 രൂപ. ഇതാണ് കേട്ടോ ഒരു പിഴലയിലൊരു കിട്ടിലൻ വ്യൂ ആണത്. ചീനവലയും ബാക്ക് വാട്ടറും പിന്നെ നല്ല ഗ്രീനറി, നല്ലൊരു വില്ലേജ് വൈബ് തരുന്നൊരു കിടിലൻ സ്പോട്ടാണ്. ഇവിടെ അടുത്ത് തന്നെ നമുക്കിത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചത്. ജോർജ്, ഇതിന് എന്തെങ്കിലും അഡീഷണൽ പൈസ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടോ? അതിലെണ്ണേടാ
അതാ ഓയിൽ കൂടി ലൂബ്രിക്കേഷൻ കുറവായിരുന്നെങ്കിൽ പടയുന്നു. പിഴലയിൽ വന്നാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആക്ടിവിറ്റീസിൽ ഒന്നാണിത്. തോറ്റുമടങ്ങിയാണ് നമ്മുടെ ജോർജ്. നിങ്ങളെല്ലാരും കേട്ടിരിക്കുന്നത് തോറ്റുപോയ കർണനെ പറ്റിയാണ്. പക്ഷെ ഇതാ ജയിക്കാൻ പോകുന്ന കർണൻ. എന്താ സംഭവം? പറന്നടി. ഓക്കെ, പറന്നടിക്കാൻ ജോല ഒരു ട്രൈ കൊടുക്കണോ? ജോല നോക്കണോ? അത് കന്നഡ പേരാണ്. അടി പറത്തടി അടിച്ചു പൊളിക്ക് അടിക്കണു മര്യാദ ക്രിക്കറ്റാ. ഓ ബ്യൂട്ടി ബ്യൂട്ടി. പറവൂരിന്റെ സ്വന്തം സാനിയ മിഴ്സ. നമ്മുടെ പിഴല പര്യടനം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു തട്ടുകടയിൽ അപ്പയും പൊട്ടിയടിക്കാൻ വന്നേക്കാൻ സരുണ്ട റെക്കമെൻഡേഷനാണ്. അതെ, കഴിഞ്ഞ തവണ അജീഷ് ബ്രോയിട്ട് വന്നപ്പോൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ടേസ്റ്റ് ചെയ്താണ്. സംഭവം കിടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജോർജിൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. നല്ല വെന്ത കൂട്ടിയാണ്. സാധാരണ കടയിലൊക്കെ റബ്ബർ പോലെ ഇരിക്കും. അടിപൊളി സാധനം. ഇത് അത്താണിയിലാണ്. അൾഡ്രീമിന്റെ അടുത്തായിട്ടാണ് ഈ തട്ടുകട വരുന്നത്. സൂപ്പറാണ്. എയർപോർട്ടിൽ നിന്ന് എടപ്പള്ളിയിലോട്ട് വന്ന വഴിക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, എടപ്പള്ളിയിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ. പിന്നെ പൊറോട്ട പൊറോട്ട കപ്പയും പൊട്ടി ഇത് കൊള്ളാം. അടിപൊളി. താങ്ക് യു ഫോർ സജസ്റ്റിംഗ് സ്കൂൾ. നമ്മളെപ്പോഴും ഇവിടെ അൽഡ്രീമിൽ വരാറുണ്ട്. നമ്മൾ ഇവിടെ വരാറില്ല. പിന്നെ അൽഡ്രീമിൽ വരണ്ട. ഇത് കൊള്ളാം. യെസ്, സോ ഫൈനലി ഗൈസ് നമ്മുടെ ഡേ ഇവിടെ അവസാനിക്കാണ്. അപ്പൊ മറ്റേ അതെ സരുണോടൊക്കെ അടിപ്പിച്ചിട്ടുണ്ട്. യെസ് സരുൺ, എങ്ങനെയുണ്ടായിരുന്നു പരിപാടീസ്? സംഭവം കൊള്ളാം. പിഴലയിൽ നിന്ന് നേരെ നമ്മ തട്ടുകടയിൽ പോയി ഫുഡ് അടിച്ചു. അടിപൊളി ഫുഡ്, കൊള്ളാം, അടിപൊളി. ജോലി നമ്മുടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അതാണ് നമ്മുടെ ടീമിന്റെ വൈബ്. ഓക്കെ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.